എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാഫി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് കർക്കിടകം 1. ഇത് ഒരു പുണ്യമാസമാണ്. ഇനിയിപ്പം എല്ലാവർക്കും തിരക്കാണ്, എനിക്കും തിരക്കാണ്. രാമായണ പാരായണവും അങ്ങനെ ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം തിരക്കാകുന്നൊരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അടീനിയത്തിന്റെ സെയിൽ വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലാന്റിന്റെ സൈസ്. ഈ ഒരു പ്ലാന്റ് സൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാന്റിന് ഓർഡർ ചെയ്യുക. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ, പിൻകോഡ്, വീട്ടുപേര്, പേര്, ഡിസ്ട്രിക്ട്, സ്ഥലം, പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. ഈ ചിലര് പറയും ഫോൺ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, പിന്നെ എന്തിനാന്ന് ചോദിക്കുക. പക്ഷെ നമ്മൾ അഡ്രസ് എഴുതുമ്പോൾ ഒരാളുടെയോ രണ്ടുപേരുടെയോ അല്ല, നമുക്ക് ബൾക്കായിട്ട് അഡ്രസ് എഴുതുമ്പോൾ ഫോൺ നമ്പറും കൂടെ നിങ്ങൾ അതിനകത്ത് വെച്ചാലാണ് എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ അഡ്രസ് എഴുതിയിട്ട് പിന്നെ അപ്പുറത്തേക്ക് പോയി ഫോൺ നമ്പറൊക്കെ എടുക്കുമ്പോൾ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളുടെ അഡ്രസ്സിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക. അപ്പോൾ പ്ലാന്റ് അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ച് റിട്ടേൺ വരും, പിന്നെ ഞാൻ വീണ്ടും അയക്കാൻ നിൽക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ നമ്പരും മസ്റ്റ് ആയിട്ട് ഈ അഡ്രസ് അയക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ആണ് നമ്മൾ ഇതിന്റെ പ്ലാന്റ് വന്ന ആദ്യം തന്നെ അപ്ഡേഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് വന്നിട്ട് ആരും ഒന്നും മിണ്ടാതിരിക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ അടീനിയം ഫ്ലവറൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഇടാം, പൂക്കളൊക്കെ ഇടാം, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടാൻ നല്ല കാര്യമല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കുന്ന ആരെങ്കിലും, വാങ്ങിച്ചവർ, കിട്ടിയവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റിനെ കുറിച്ച് അപ്ഡേഷൻ നമ്മുടെ കമന്റിൽ ഒന്ന് അറിയിക്കുക. വെച്ചാൽ ഇനിയും പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അറിയാമല്ലോ, ഒത്തിരി പേർക്ക് കാശ് കൊടുത്തിട്ട് പ്ലാന്റ് ഒക്കെ കിട്ടാതെ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ RC ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് പ്ലാന്റ് കിട്ടുന്നെന്നുള്ളൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു ധൈര്യമായി. അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഇതൊക്കെയാണ്. നമ്മളുടെ ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് 150 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ. അതറിയാലോ, അതെപ്പോഴും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്കൊരു ഓഫർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മിനിമം 10 പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു പ്ലാന്റിന് 130 രൂപയെ ആവുള്ളൂ കേട്ടോ. 10 പ്ലാന്റ് ഒന്നിച്ചെടുക്കുന്ന ആൾക്ക് 130 രൂപ ഒരു പ്ലാന്റിന്. അല്ലാതെ നമ്മുടെ പ്ലാന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 പ്ലാന്റ് 7 പ്ലാന്റ് ഒക്കെ എടുക്കുന്നവരുണ്ട്, അത് 150 രൂപ വരും. 10 പ്ലാന്റ് ഒന്നിച്ചെടുക്കുന്നവർക്ക് 130 രൂപ ഒരു പ്ലാന്റിന്. അതായിരിക്കും നമ്മുടെ ഓഫർ. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് മാത്രം ഇങ്ങനെ ഞാൻ ഈ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്ലാന്റിന്റെ സൈസ് മനസ്സിലാകുന്നില്ലേ, കോഡക്സിന്റെ സൈസ് ഒക്കെ അറിയണ്ടേ. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിന്റെ കുറച്ച് ഫ്ലവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൊടുത്തേക്കാം. ബാക്കി നമുക്ക് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്നു കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഫ്ലവറിന്റെ ഫുൾ കാറ്റലോഗ് ഒന്ന് കിട്ടുതരാം, അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ബാക്കിയുള്ള പോട്ട് ചെയ്ത് ഞാൻ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ കോഡക്സിന്റെ സൈസ്. കോഡക്സ് ആണല്ലോ എല്ലാവരും നോക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പോട്ട് ചെയ്യാത്ത പ്ലാന്റുകൾ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ കോഡക്സിന്റെ സൈസ് കാണാനായിട്ട്. അതാണ് ഈ കാണിക്കുന്നത്. അപ്പം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വാട്സാപ്പ് ചെയ്യാൻ അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിളിക്കാം കേട്ടോ. വിളിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വല്ലതും ആണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വിളിച്ചിരിക്കും. എനിക്ക് തിരക്കാണ്, നിങ്ങൾ വാട്സാപ്പിലെ മെസ്സേജ് അയക്കാവുന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കൊരു തിരക്കുമില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും വിളിക്കാം, നിങ്ങൾക്കുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വന്ന് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ ഇത് കണ്ടിട്ട് അതിന്റെ ഫ്ലവർ പിക്ക് ഇതാ പ്ലാന്റ് സൈസ് താണെന്ന് ദൈവത്തെ ഓർത്താരും പറയുന്നത്. ചില കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു 50 പേരോളം വന്നു. നമുക്ക് ഏകദേശം ഒരു 100-300 പേർക്ക് ഒക്കെ പ്ലാന്റ് അയക്കാൻ കാണും. അപ്പോൾ ഈ 50 പേരോളം വന്നിട്ട് അവർക്കൊക്കെ നമ്മൾ പ്ലാന്റിന്റെ ഈ ഫോട്ടോയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് 1-2 പ്ലാന്റ് മതിയെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആവശ്യക്കാർ മാത്രം വരിക, പ്ലാന്റിന്റെ പിക്ക് ഇതാ, മെസ്സേജ് കാറ്റലോഗ് താന്നൊക്കെ പറഞ്ഞ്. അല്ലാത്തൊരു വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു അപേക്ഷയാണ് കേട്ടോ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും അവരവരുടെ സമയം വിലപ്പെട്ടതാണ് അല്ലെ, അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അപഹരിക്കാതിരിക്കുക. അപ്പൊ ഇനി ഫ്ലവറിന്റെ പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം, അതുകൂടെ കണ്ടു നോക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കർക്കിടക മാസത്തിലാണ് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്, ഒഴിച്ചില്, പിഴിച്ചില്, കഞ്ഞി, കർക്കിടക കഞ്ഞി, ഔഷധക്കൂട്ട് കഞ്ഞിയൊക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. നമുക്ക് ആ കൂടെ നമ്മുടെ ഗാർഡനും കൂടെ ഒക്കെ നോക്കുക. ഓരോ പൂക്കൾ വിരിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകാം. നമ്മളത് സ്വയം അനുഭവിച്ചറിയണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് കണ്ടുമുട്ടാം.